ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മളിവിടെ ചീര കൊണ്ട് കട്ട്ലേറ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചീരയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. തീരെ പൊടിയായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീരയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടപ്പ് മാറ്റിയതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതേപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 2-2.5 സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ കട്ട്ലേറ്റ് ഈ മാവിലേക്ക് ഇട്ടതിന് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡിൻ്റെ പൊടിയിൽ ഇട്ട് ഒന്ന് കോട്ട് ചെയ്ത് നമുക്കിത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചീര കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.